നടത്തുന്നതിനായി 1 കോടിയിലധികം രൂപ പറ്റിച്ചതായി ആരോപണം. പാലക്കാട് അകത്തേത്തറ സ്വദേശി എ മുഹമ്മദ് ഷരീഫ്, കൊല്ലം സ്വദേശി ശ്രീകുമാർ എന്നിവരിൽ നിന്ന് അകത്തേത്തറയിൽ താമസിക്കുന്ന കാജ ഹുസൈനാണ് പണം തട്ടിയെടുത്തത്. കാജ ഹുസൈനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും വഞ്ചിക്കപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സെറ്റൗട്ട് എന്ന് പറയുന്നത് 450 ബഡ്സ് ആക്ട് ഓഫ് 2006 ഇത് അട്രാക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ക്രൈമാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത്. ചീറ്റിംഗ് പേഴ്സണലൈസേഷനാണ് 420 വായിച്ചാൽ നിങ്ങൾക്കറിയാം. Anybody trying to induce the delivery of the property, ബാക്കികളൊന്നും നോക്കാം. അത്തരം ഡെലിവറി ഓഫ് ദ പ്രോപ്പർട്ടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ശ്രമിച്ചത് ഇയാളുടെ ക്യാരക്ടർ എല്ലാം തന്നെ മനസ്സിലാക്കി. ഇയാൾ കഴിഞ്ഞ 3.5 കൊല്ലമായി അകത്തേത്തറ മണക്കാവ് റെയിൽവേ മേൽപ്പാലത്തിന് അരികെ ചെരുപ്പ് വെച്ചുള്ള നടത്തിയാണ്. ഇയാൾ സുപ്രഭാതത്തിലാണ് ഈ പറഞ്ഞ സംവിധായകനായി മാറുന്നത്. ഏതാണ്ട് സമാനമായി കേരളത്തിൽ നടക്കുന്ന സിനിമാ തട്ടിപ്പുകളിൽ ഒന്നാണ് ഈ സംഭവം. ഈ അടുത്ത് ഒന്ന് നടന്നു കഴിഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പേരൂടെ പറയുന്നില്ല. സിനിമാ മോഹമുള്ളവരും സിനിമാ മേഖലയെക്കുറിച്ച് അറിയാത്തവരും സാമ്പത്തിക സ്ഥിതി ഉള്ളവരുമാണ് കാജ ഹുസൈന്റെ ഇരകളാവുന്നത്. സ്വയം സംവിധായകനാണെന്ന് പരിചയപ്പെടുത്തി വാക്ചാതുര്യത്തിലൂടെയാണ് ഇയാൾ ഇരകളെ കണ്ടെത്തുന്നത്. ഇയാൾ നിർമ്മിക്കുന്ന കള്ളന്മാരുടെ വീട് എന്ന സിനിമാ നിർമ്മാണത്തിനായാണ് ശ്രീകുമാറിൽ നിന്ന് 33 ലക്ഷവും മുഹമ്മദ് ഷരീഫിൽ നിന്ന് 72 ലക്ഷത്തോളവും. ഇതാണ് ഈ കാജ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി. ഹുസൈൻ അറോണി എന്നാണ് അവനെ അറിയപ്പെടുന്നത്. ഇതാണ് മച്ചാൻ. ആ മച്ചാൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കാം. ഇതാണ് മച്ചാൻ. ഓക്കെ, ഇതാണ് മച്ചാൻ. ഇവൻ ഈ സിനിമാപരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് അല്ലാതെ വേറെ ഇവന് ഫേസ്ബുക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ഈ സിനിമ എന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് അല്ലാതെ വേറൊരു ഫേസ്ബുക്കിൽ ഇവൻ ഈ പാവം പിടിച്ച എന്താ പറയുക ബിജുക്കുട്ടനെ മുൻനിർത്തിയിട്ടാണ് ഇവൻ ഈ ഉഡായിപ്പ് മൊത്തം കാണിച്ചത്. ബിജുക്കുട്ടൻ പോലും അറിഞ്ഞിട്ടില്ല പാവം. അതാണ് അതിനേക്കാളും വലിയ രസം. ആ പാവത്തിനെ മുൻനിർത്തിയിട്ടാണ് അവൻ ഈ ഉഡായിപ്പ് മുഴുവനും കാണിച്ചത്.